പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരേ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, മാനസികമായിട്ടുള്ള സ്ട്രഗിളുകളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ അതൊരു ഹാബിറ്റായി, അല്ലെങ്കിൽ ഒരു ശീലമായി, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ജീവിതം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തി നിൽക്കും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ദൈവം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നത്. എൻ്റെ ദൈവാനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ദൈവം ഇങ്ങനത്തെ ഒരാളല്ല. പക്ഷെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ദൈവം അങ്ങനെയാണ്. പക്ഷെ എന്നോടേ ദൈവം പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ എക്സ്പീരിയൻസുകളെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ നേതാക്കന്മാർക്കും തലവന്മാർക്കും മാത്രമല്ല, രാജാക്കന്മാർക്ക് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും ഭിക്ഷക്കാരനും ഒരേപോലെ രാജാവിൽ അവകാശമുള്ള ഒരു സ്വർഗരാജ്യത്തിലാണ് ഞാൻ. ആ രാജ്യത്തിൻ്റെ അധിപനാണ് എൻ്റെ ദൈവം. അപ്പോൾ ഈ രാജാവായ ദൈവം ഭിക്ഷക്കാരനോട് അവൻ ന്യായം പുലർത്തും, ധനികന്മാരോട് ന്യായം പുലർത്തും, ബലമുള്ളവനോട് ന്യായം പുലർത്തും, അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ അവകാശമുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എൻ്റെ ദൈവം ഇങ്ങനെയാണ് പറയാമെന്ന് മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിനെ നോക്കിയിട്ട് പറയുവാണ്, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ട, ദൈവം ഇങ്ങനെയല്ല ആഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് പറയണമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ കഠിനമായ പെയിനിലാണ്, നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്, എന്നിട്ട് മറ്റുള്ള പറയണേ ഇതാണ് ശരി, ദൈവം ഇങ്ങനെയാണെന്ന് എന്നെ ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ ആരാധനാലയത്തിലേക്കോ ഓടി കുറച്ച് സമയം അവിടെ ഒന്ന് ചെലവഴിച്ച് ഒരു 3 ദിവസമൊക്കെ എടുത്തൊന്ന് പ്രാർത്ഥിക്കണം. ദൈവം ഇത് നിന്റെ തന്നെ ഹിതമാണോ എന്ന് പ്രാർത്ഥിക്കണം. കാരണം പലപ്പോഴും മറ്റേ ബൈബിള് പറഞ്ഞ പോലെയാണ്, കടലും കരയും കടന്നിട്ടാണ് ഒരാളെ നിങ്ങൾ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവാനുഭവത്തിലേക്ക് വന്ന് അവൻ ദൈവത്തോടൊക്കെ ഒന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ ദൈവം എന്ന് പറയുന്ന വാക്ക് ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവനോട് പറയുവാണ്, മോനെ ഇത് നിന്റെ ഭാരം, ഇത് നിന്റെ ഭാരം. ഭാരമിടുക മാത്രം പറയുന്നൊരു ദൈവം, മുൾക്കിരീടം ചുമക്കാൻ മാത്രം പറയുന്നൊരു ദൈവം, എന്തെങ്കിലും ഒന്നാ പറഞ്ഞ രണ്ടാമത്തേക്ക് കുരിശനുഭവങ്ങൾ മാത്രം തരുന്നൊരു ദൈവം. അങ്ങനത്തെ ഒരു ദൈവത്തെ ആണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ ഒരു ദൈവത്തെ അല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ വളർച്ച, എൻ്റെ ആത്മവിശ്വാസമുള്ള ഞാൻ, എന്നിലൂടെ ഭൂമിയിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, എൻ്റെ സാമ്പത്തിക ഉന്നതി, എൻ്റെ ജോലിയിലെ എൻ്റെ മേഖലയിൽ പോലും എന്തിനെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാ എന്നെയൊക്കെ വളർത്തുന്നത്? എന്നെ വളർത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിന് മാത്രം ഒന്നുമില്ല. ഞാൻ ചോദിച്ചിട്ടല്ല, ഞാനൊരു സാധാരണ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയായാൽ മതി, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ചെറിയ ക്ലാസ്സിൽ ആരും എന്നെ ഒന്നിനും വിളിക്കേണ്ട, ഞാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ട് മാത്രം ഇവിടെ ഇരുന്നാൽ മതി, പ്രോഗ്രാമുകളൊന്നും ചെയ്യാൻ വിളിക്കേണ്ട, എന്നെ ഒന്നിനും വിളിക്കേണ്ട അപ്പ എന്ന് പറഞ്ഞാലും ഓരോ വർഷവും കൃത്യമായ രീതിയിൽ എൻ്റെ ഗ്രോത്ത് ഉറപ്പ് വരുത്തുന്ന ഒരു അപ്പനെയാണ് ദൈവം എന്ന നാമത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എന്നോട് ഒരാൾ വന്ന് പറയണം, എളിമപ്പെടണം, ഒന്നും വേണ്ട എന്ന് പറയണം, ഒന്നും വേണ്ടെന്ന്. ഞാൻ കുറേ നാൾ അതാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഒന്നും വേണ്ടപ്പ, എന്തിനാ? ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ മുറ്റമടിക്കുന്ന ജോലി കിട്ടിയാൽ മതി, ഞാൻ അവിടെ പോയി മുറ്റമടിച്ച് ജീവിച്ചോളാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്, അല്ലേ? അപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ ദുഃഖിക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ. അതപ്പോൾ നമ്മൾ ഒരു കാറ് വാങ്ങിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള അനുഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സന്തോഷിക്കണ്ട, ചിലപ്പോൾ അടുത്തതൊരു പ്രശ്നം വരും, അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച സന്തോഷങ്ങൾ തരില്ലേ? ഇനി എസ്തറിന് ദൈവം രാജ്ഞി പദവി കൊടുത്തല്ലേ? ദൈവത്തിന് ഒരു സാധാരണ പെൺകുട്ടിക്ക് രാജ്ഞി പദവി കൊടുക്കണം എന്നുള്ളതിന് ദൈവത്തിനൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. രാജ്ഞി പദവി നമുക്ക് തരില്ല, നീ ഒരു എളിമപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ കുടിലിൽ താമസിച്ചാലേ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ, നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കൂ എന്ന് പറയാൻ പറ്റുമോ? നിന്നെ ചിലപ്പോൾ മനുഷ്യന്മാരുടെ മുമ്പിൽ ഉയർത്തുമായിരിക്കും. നമ്മുടെ മനോഭാവങ്ങൾ മാറണമെന്നേ. പിന്നെ ഉപദേശിക്കുന്നവരെല്ലാം അനുഭവിച്ചവരുടെ ഉപദേശം ഇതല്ല. 2 പേരാണ് നിങ്ങളുടെ സഫറിങ്ങിൽ നിങ്ങളെ അതിൽ തന്നെ തുടരാൻ ഉപദേശിക്കുക. ഒന്ന്, ആ സഫറിങ് അനുഭവിക്കാത്തവർ. മറ്റൊന്ന്, ആ സഫറിങ് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ മറ്റേ ആളും ഈ കുഴി തന്നെ കിടന്നോട്ടെ എന്നുള്ളതാണ്. സഫർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. സഫറിങ്ങിന് നന്മയായ സഫറിങ് ഉണ്ട്, തിന്മയായ സഫറിങ്ങും ഉണ്ട്. നന്മയായ സഫറിങ് നിങ്ങൾ ഏറ്റെടുക്കണം. അത് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. അത് ഏറ്റെടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കും. ഇപ്പോൾ ഞാൻ കുറേ ആളുകളുമായിട്ട് ഇടപെടുന്നു എന്നൊരു സിറ്റുവേഷൻ വരുവാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഒതുങ്ങിയ ജീവിതമാണ് ഇഷ്ടം. പക്ഷെ കർത്താവിനോട് ദൈവം നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് അയക്കുകയും പല കാര്യങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുവാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എനിക്കിത് വേണ്ട, എനിക്കിത് ശരിയാവുള്ളൂ, എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ വചനം എടുക്കും. അറിയാം, ദൈവത്തിൻ്റെ പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ നീ സഹിക്കണം. എനിക്ക് ഈ വചനം എപ്പോഴൊക്കെയാണ് കിട്ടാമെന്നൊരു ഒരു ഗ്രോത്ത് ദൈവം എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഗ്രോത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഞാൻ പിൻവലിയാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ കർത്താവ് പറയും,
ജസ്റ്റ് കാം ഡൗൺ, റിലാക്സ്, നമുക്കത് കുറച്ച് നേരം കൂടെ നീ ഇത് ഫേസ് ചെയ്യുക, കുറച്ച് നേരം കൂടെ നീ സ്ട്രഗിൾ ഏറ്റെടുക്ക്, നിനക്ക് ഇതിനെ കൊണ്ട് ഒരു നന്മയായിട്ട് ഉദ്ദേശം ഉണ്ടാവും. അതേസമയം ഞാനൊരു സഫറിങ്ങിൽ നിൽക്കുക, എനിക്ക് കണ്ണും കാണാൻ വയ്യ സഫറിങ് കാരണം, എനിക്ക് ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണില്ല, ഞാൻ ആകെ ഇരുട്ടിലായി പോവാണ്. ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ എവിടെ നിൽക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ കംപ്ലീറ്റ്, അതായത് നമ്മൾ മെൻ്റലി കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ എക്സ്പീരിയൻസ് ആണത്. കയ്യിൽ നിന്ന് പോകുന്ന എനിക്കറിയില്ല, എൻ്റെ പോയില്ല, ദൈവം എന്തോ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏത് റൂമിലാണ് നിൽക്കുന്നത്, എനിക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരാരൊക്കെയാണ് ഒന്നും മനസ്സിലാവുള്ളൂ. അതെല്ലാം ബ്ലറാവുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സഫറിങ്ങിൻ്റെ മൂർധന്യാവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. ഈ സഫറിങ് എനിക്ക് തരുന്നത് മനുഷ്യരാണ്, ഇത് ദൈവത്തിൽ നിന്നല്ല. ഞാൻ മാനസിക, ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു നാളൊരു ഭ്രാന്തിയായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പം എന്നെ ഭ്രാന്തിയിലേക്ക് കൊണ്ടുവരുന്ന സഫറിങ് ദൈവം തന്നതാണെന്ന് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ദുഃഖിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ സന്തോഷിക്കുന്നത് കാണും, അവളെ സന്തോഷിക്കുന്നുണ്ട്, സന്തോഷിച്ച് കഴിഞ്ഞാൽ അവളെ എന്നിൽ നിന്നും അകന്നു പോകും, എന്നാൽ അവൾക്ക് ദുരിതം കൊടുത്തേക്കാം. അങ്ങനെ പറഞ്ഞൊരു 10 ദുരിതം നിങ്ങളെ മേലേക്ക് അയക്കുന്ന ഒരു ദൈവമാണ്. ഇതൊരു സാഡിസ്റ്റാണ് ദൈവം. അപ്പോൾ ആരാണ് ദൈവത്തെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്? ഈ സഫറിങ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ചില സഫറിങ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാതെ പറയുന്ന മനുഷ്യന്മാർ കാഴ്ചക്കാരാണ്, അവരിത് അനുഭവിക്കുന്നില്ല. ഞാൻ എൻ്റെ ചില സഫറിങ്ങിൽ എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്ത കുരിശ് എടുത്തവരും, ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ എടുത്ത കുരിശ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുടിച്ച പാനപാത്രം അവർ കുടിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അവർക്ക് അനുഭവമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർ ഉപദേശം കേൾക്കുക. കാഴ്ചക്കാരുടെ ഉപദേശം എന്ന് പറയുന്നത് വളരെ വ്യർത്ഥമാണ്. പിന്നെ ചിലർ ദൈവത്തിൽ നിന്നും ഉപദേശിക്കും, പക്ഷെ അതിനകത്തൊരു ആശ്വാസം ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ സഫറിങ്ങിൻ്റെ നടുക്കും നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കും. നിങ്ങൾ തീയിലാണെങ്കിലും നിങ്ങളുടെ മേലെ കൂടെ മഴ പെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ചുറ്റും തീ ഉണ്ടായിരിക്കും. അതാണ് സഫറിങ്ങിൻ്റെ നന്മയായ സഫറിങ്. അപ്പോൾ നിങ്ങൾ സന്തോഷിച്ചാൽ എൻ്റെ കർത്താവിനും നമ്മുടെ കർത്താവിനും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായാൽ, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയാൽ, നിങ്ങൾക്കൊരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടായാൽ, കുടുംബജീവിതം എന്ന് പറയുന്നതേ സഫറിങ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലർക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് മാറാം. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ അപ് ടു ദ പേഴ്സൺ ആണെന്നേ. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഇതിനോടൊക്കെ കൂട്ടിച്ചേർക്കുവാണ്. ഞങ്ങൾ പൂനെയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ 2 റൂമുള്ള ഒരു വീട്, അത് ദൈവം തന്നത് തന്നെയാണ്. കാരണം ഒരു മെഡിക്കൽ റിലേറ്റ് ചെയ്ത ഒരു പ്ലേസിലായിരിക്കും വീട് കിട്ടുക എന്നൊരു മുൻ മെസ്സേജ് കിട്ടിയിരുന്നതിൻ്റെ ഭാഗമായി ഒരു നല്ല ഒരു മനുഷ്യൻ്റെ ഒരു റെൻറ്റിനാണ് വീടാണ് കിട്ടിയത്. പക്ഷെ അത് അപ്പോൾ അത്ര വലിയ വീട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമില്ല, എനിക്കത് മാനേജ് ചെയ്യാൻ അറിയുന്നില്ല. അല്ലെങ്കിൽ അത് എനിക്കെന്തോ തോന്നി, ഇത്ര വലിയ വീട് വേണ്ട, എനിക്ക് തോന്നി അത് ശരിയല്ല, അത് നമുക്ക് ചെറിയ വീട് മതി, ചെറിയൊരു റൂം മതി. എളിമ അപ്ലൈ ചെയ്തതാണ്, ചെറിയ റൂം മതി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ചെറിയ റൂം മതി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ചെറിയ റൂം തന്നെയാണ്. അതും വളരെ നമ്മൾ പറയില്ലേ, ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ ഇതുണ്ടാവുമല്ലോ, വീട് താമസിക്കുന്നതിൻ്റെ ഏരിയ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ വളരെ ഒരു സാധാരണ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു മുറിയാണ് കിട്ടിയത്. 2 വർഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്, അത്യാഗ്രഹങ്ങളല്ല. അപ്പം ആ ചെറിയ റൂമിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. ഇവിടെ ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റും, നിങ്ങൾ കാണുന്ന എൻ്റെ വാതിൽ കാണാം, എൻ്റെ അലമാരി കാണാം, ഒട്ടും സ്ഥലമില്ല. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വീഡിയോസ് ചെയ്യാൻ. അപ്പം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ല. ഞങ്ങളെ കുട്ടികൾ വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് സ്ഥലമില്ല. അപ്പം എനിക്ക് മനസ്സിലായി, അതായത് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അങ്ങ് മേടിക്കുക, അതിനകത്ത് പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അവിടെ വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട് ചെറുതൊരെണ്ണം തരണേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും സ്പേസ് ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല, ടേബിൾ അങ്ങനെ ഒന്നിനുള്ള സ്ഥലമില്ല, നല്ലൊരു കിച്ചൺ ഇല്ല, ബാത്റൂം എല്ലാം ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. അപ്പം ദൈവം കുറേ നാൾ പ്രാർത്ഥിക്കേണ്ടി വന്നു, കുറേ നാൾ. ആ ചെറിയ വീട് കിട്ടാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഇച്ചിരി നല്ല വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് നാൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പോൾ ദൈവം വീണ്ടും ഒരു സന്ദേശം തന്നു, ഒരു നമ്മുടെ ഒരു മലയാളികളുടെ തന്നെ ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു വീട് നിനക്ക് തരും എന്ന് ഒരു മെസ്സേജ് കിട്ടി. ഇന്നലെ ഞങ്ങൾ ആ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഒരു വീടാണത്. അപ്പോൾ ദൈവം ഇങ്ങനെ കാണിച്ചാൽ തന്നെ ഈശോയുടെ രൂപമൊക്കെ ഉള്ള ഒരു വീട്. അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത ഇവിടെ കുറവുണ്ട്. ക്രിസ്ത്യാനികൾ വളരെ കുറവല്ലേ, മലയാളികളും കുറവാണ്. പക്ഷെ കറക്റ്റ് അതുപോലെ തന്നെ ദൈവം കാണിച്ചു തന്ന പോലെ തന്നെ ഒരു വീട് തന്നു. ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള അല്ലെങ്കിൽ വലിയൊരു ആകുലത എന്ന് പറയുന്നത്, നമ്മളൊരു പുതിയ സ്ഥലത്തോട്ട് വന്നതുകൊണ്ട് നമുക്ക് തിങ്സ് ഉണ്ടായിരിക്കും അല്ലേ, വീട്ടിലെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നും ഇല്ല, ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അവരുടെ സാധനങ്ങളുണ്ടാവും, അതാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മേടിക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തികവും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ പക്ഷെ എല്ലാം ഫർണിഷ്ഡ് ആയിട്ടുള്ള അലമാരയും സാധനങ്ങളൊക്കെ. ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ദുഃഖമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സർവൈവൽ ജേണിയാണിത്. നമുക്ക് ഒരു ചെറിയ ടേബിൾ മേടിക്കാൻ പോലും എഫേർഡ് ചെയ്യാൻ പറ്റാത്ത, എൻ്റെ കാര്യമല്ല പറയുന്നത്, എന്നെക്കാളും മോശമുള്ള അവസ്ഥയിലുള്ളവരുണ്ടായിരിക്കും. അവരുടെ ആ ഒരു ചെറിയ മനുഷ്യന്മാരുടെ ചെറിയ ദുഃഖങ്ങളിൽ, ചെറിയ മനുഷ്യന്മാരുടെ വലിയ ദുഃഖങ്ങളാണ് അതൊക്കെ. അപ്പോൾ ചിലർക്ക് അത് കണക്റ്റ് ആവില്ല. ഒരു അലമാരി മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ അത് കണക്റ്റ് ആവില്ല. പക്ഷെ കർത്താവിനത് കണക്റ്റ് ആവും. കർത്താവ് അത് തന്ന് അനുഗ്രഹിച്ചു. ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാമുള്ള നല്ല ഒരു സൗകര്യമുള്ളൊരു വീട്, നല്ലൊരു ഏരിയ. ഇപ്പോൾ ഒരു സ്ഥലത്ത് എവിടെ ക്യാമറ വയ്ക്കും കർത്താവേ എന്ന് വെച്ച് ഞാൻ ഒരുപാട് തവണ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റെയർ കേസിലോ എവിടെ കൊണ്ട് വെക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ വേണമെങ്കിലും വെക്കാം. അത്രയും നല്ല സൗകര്യമുള്ള ഒരു വീട്. എല്ലാ അതിൻ്റെ എന്താ പറയുക, പെയിൻ്റ് അടിച്ചിരിക്കുന്ന വരെ നല്ലതാണ്. ഇപ്പോൾ വീഡിയോ എവിടെ വെക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. എവിടെ വെക്കും കർത്താവേ എന്ന് ചോദിച്ചോടത്ത് നിന്ന് എവിടെ വേണമെങ്കിലും വീഡിയോ ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലേക്ക് കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മുടെ ചെറിയ സങ്കടങ്ങൾ പോലും കർത്താവ് അറിയുന്നുണ്ട്. അവിടത്തേക്ക് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. എന്നോട് വീട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിലർ പറഞ്ഞു നമുക്കത് വേണ്ടേ. പക്ഷെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ ഒരു രൂപമൊക്കെ കാണിച്ചു തന്നിട്ടാണ് ഒരു ഈശോയുടെ രൂപമൊക്കെ ഉള്ള ഒരു വീടാണെന്ന് ഈശോ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഒരു വിഷൻ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. പിന്നെ നമ്മൾ വേറൊരു വീടിൻ്റെ ഇടയിൽ നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് ദൈവത്തോട് വിശ്വാസമില്ലാത്ത പോലെ ആവില്ലേ. അപ്പം ഞങ്ങൾ പോയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് ആ വീട് കിട്ടി. ഒരു ചെറിയ കിച്ചണിലെ ഭക്ഷണം തീർന്നു പോകുന്നത് പോലും നമ്മളെ കൂടെ നിന്ന് ആകുലപ്പെടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു വീട് വേണമെന്ന് നിങ്ങളെക്കാൾ മുമ്പേ അറിയുന്നൊരു ദൈവം, നിങ്ങളുടെ കിച്ചണിൽ എന്താ പറയുക എന്ത് തീർന്നു പോയാലും അറിയുന്നൊരു ദൈവം, നിങ്ങളുടെ ആരോഗ്യത്തിൽ നമ്മളെക്കാൾ ആകുലപ്പെടുന്നൊരു ദൈവം. ഈ ദൈവം ഉള്ളപ്പോൾ ഞാൻ എന്തിനെ കുറിച്ചാണ് ആകുലപ്പെടേണ്ടത്? ഇതുവരെ പോറ്റിയത് ദൈവമാണ്. ഒരു ബ്ലൈൻഡ് ബിലീഫൊക്കെയാണ് ചില സമയത്ത്. പക്ഷേ ഇതുവരെ പോറ്റിയ ദൈവമാണ്. അക്കൗണ്ടിൽ പൈസ തീരുന്നതിന് മുമ്പേ ആവശ്യങ്ങൾ, എനിക്ക് ചിലപ്പോൾ അറിയില്ല എന്ത് ആവശ്യമാണ് അടുത്തത് വരാൻ പോകണമെന്ന്. പക്ഷെ ദൈവത്തിന് അറിയാം ഇങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ട്, നിനക്ക് ആവശ്യം വരും, ഈ പൈസയൊക്കെ നിനക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞ് കൃത്യമായി എന്നെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. എൻ്റെ പാർട്ട്ണറിനെ പോലെ, എൻ്റെ ഭർത്താവിനെ പോലെ എൻ്റെ എല്ലാ വൈകാരിക കാര്യങ്ങളിലും എൻ്റെ മെൻ്റൽ സപ്പോർട്ട് ചെയ്ത്, എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ ഒരു കൂടെ നിൽക്കുന്ന ഒരാളെപ്പോലെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ, ദൈവത്തിനറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന്, ദൈവത്തിനറിയാം അത് എപ്പോൾ തരണമെന്ന്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരുപാട് പേരെ നിങ്ങൾ വിചാരിക്കരുത് ദൈവത്തിന് വേറെ പണിയൊന്നും ഇല്ലേ, ഇപ്പം എൻ്റെ വീട്ടിലെ അരി തീർന്നു പോയത് നോക്കിയിരിക്കലാണോ ദൈവം എന്ന് വിചാരിക്കരുത്. ദൈവത്തിന് അതിലൊക്കെ ആകുലതകളുണ്ട്. നമ്മുടെ മക്കളുടെ വളർച്ചയിൽ നമ്മളെക്കാൾ കൂടുതൽ ആകുലതയുണ്ട്. നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിൽ ആകുലതയുണ്ട്, ഭാവിയിൽ ആകുലതയുണ്ട്. അങ്ങനെ നമ്മൾ കൂടെ ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മൾ സന്തോഷിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം, നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ നടക്കുന്നതിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു ദൈവം, നമ്മുടെ സങ്കടങ്ങളിൽ മനുഷ്യന്മാരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും, നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല കർത്താവേ എന്ന് പറയുമ്പോഴും കർത്താവ് കൂടെയുണ്ട്, ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നൊരു ദൈവം, കൂടെ നടക്കുന്നൊരു ദൈവം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എക്സ്പീരിയൻസ് ഗോഡ്സ് ലവ്. നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.